മൂന്നാമത്തെ അതിജീവിത രാഹുലിനെ കുടുക്കിയ വള്ളിയുടെ അറ്റത്ത് വടകരയിലെ ഫ്ളാറ്റ് എന്നൊരു ഹിന്റ് ഇട്ടുകൊടുത്തിരുന്നു. വടകര വഴി കോൺഗ്രസിനെയും ഷാഫിയെയും പൂട്ടാമെന്നാണ് ഈ ഹിന്റ് പറയുന്നതെങ്കിലും ആ തന്ത്രമൊന്നും ഇവിടെ വിലപ്പോകില്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങളെ തള്ളിക്കളയുകയാണ് KC വേണുഗോപാൽ. തന്നെ വടകരയിലെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തിയെന്നാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളത്. വടകരയിൽ ഏത് ഫ്ളാറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് എന്നാണ്. മാങ്കൂട്ടത്തിന് സ്വന്തമായി വടകരയിൽ ഫ്ളാറ്റ് ഇല്ലല്ലോ, അങ്ങനെയെങ്കിൽ അത് ഷാഫിയുടേതാണ് എന്നാണ് ഇവരുടെ പുതിയ കണ്ടെത്തലുമായിട്ട് BJPയും CPM എത്തിയത്. വടകരയിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ തങ്ങളുടെ MP-ക്ക് അവിടെ താമസിക്കാൻ ഒരു ഇടമുണ്ടെങ്കിൽ അത് ഷാഫിയുടെ അധ്വാനമാണ്. ആ മണ്ഡലത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണ്. അവിടെ തന്റെ രാഷ്ട്രീയ സഹപ്രവർത്തകനും സുഹൃത്തുമായ രാഹുൽ വന്നാൽ അതിൽ BJPക്ക് എന്താണ് ഇത്ര വേവലാതി? രാഹുലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത് ഷാഫിയാണെന്നും അതുകൊണ്ട് രാഹുലിന്റെ എല്ലാ നീക്കങ്ങളും ഷാഫിയാണ് ഉത്തരവാദിയെന്നും പറഞ്ഞു പരത്തി കോൺഗ്രസിലെ കരുത്തുറ്റ ജനപ്രിയ നേതാവായ ഷാഫിയുടെ തല കൊയ്യാനാണ് ഇവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മാങ്കൂട്ടത്തെ പുറത്താക്കിയതോടെ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ പഴിചാരാനാകാത്തത് കൊണ്ട് തന്നെ വടകരയിലെ ഫ്ളാറ്റ് എന്നൊരു ഹിന്റ് കൊടുത്തുകൊണ്ട് പാർട്ടിയെ ഇല്ലാതാക്കാനാണ് നീക്കം. അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് പോരാടാൻ തന്നെയാണ് അതിനെതിരെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഈ ആരോപണങ്ങളെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത്തരം ഹിന്റുകൾ നൽകി കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ KC വേണുഗോപാൽ. അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ പകപോക്കലാണിതെന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളുടെ തുടർക്കഥയാണ് വടകര ഫ്ളാറ്റ് പരാമർശത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. കോൺഗ്രസ് നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കാൻ ബോധപൂർവമായിട്ട് ശ്രമം നടക്കുന്നു എന്നാണ് പാർട്ടിയുടെ വാദം. വടകരയും ഷാഫി പറമ്പിലും ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും ജനങ്ങൾക്കിടയിൽ ഇത് വിലപ്പോകില്ല എന്നുമാണ് KC വേണുഗോപാൽ പക്ഷം. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കാണാം. അവര് പറയുന്നത് വടകര ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു എന്നാണ്. ആ വടകര ഫ്ലാറ്റ് ആരുടേതാണെന്ന് അന്വേഷിക്കാൻ തയ്യാറാവുന്നു. ഓ അങ്ങനെയാണല്ലേ, ശരി. അന്വേഷണത്തിൽ കോൺഗ്രസ് പോകും. ഈ നേരിട്ടുള്ള സമര നാടകത്തിന് 10 കൊല്ലം വേണ്ടി വന്നു എന്നുള്ളതേ പ്രശ്നം. കാരണം സർക്കാർ ഏതായാലും ഒഴിയാൻ പോവാണ്. ഈ ഒഴിയാൻ പോകുന്ന സമയത്താണ് ഈ ഭൂതോദയം ഉണ്ടായത് ഇങ്ങനെ സമരം ചെയ്യാൻ. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 കൊല്ലകാലമായി സംസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾക്കെല്ലാം അവരോട് കൂട്ടുകൂടുന്ന സർക്കാരാണ് ഇപ്പോൾ ജനങ്ങളെ പറ്റിക്കാനുള്ള ഈ നാടകം നടത്തുന്നത്. ഇതിൽ ജനങ്ങൾ തിരിച്ചറിയുന്നതാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-നെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസ് തയ്യാറാണ്. അത്തരം കാര്യത്തെക്കുറിച്ച് നിയമസഭ വരട്ടെ, ചർച്ച വരട്ടെ, അപ്പോഴല്ലേ തീരുമാനിക്കണം. അല്ല, വരട്ടെ, അപ്പോൾ പാർട്ടി തീരുമാനിക്കുമല്ലോ. പാർട്ടിയുടെ തീരുമാനം അപ്പോൾ വരുമല്ലോ. അതിൽ പാർട്ടി അംഗങ്ങളുണ്ടല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടുകൾ കണ്ടു. ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും എടുക്കാത്ത നിലപാടാണ് ധൈര്യപൂർവ്വം കോൺഗ്രസ് പാർട്ടി എടുത്തത്. ഇക്കാര്യത്തിൽ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി കോൺഗ്രസിന്റെ മുമ്പിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച മൂന്നാമത്തെ അതിജീവിത അവര് പറയുന്നത് വടകര ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു എന്നാണ്. ആ വടകര ഫ്ലാറ്റ് ആരുടേതാണെന്ന് അന്വേഷിക്കാൻ തയ്യാറാവുന്നു. ഓ അങ്ങനെയാണല്ലേ, ശരി. ഇത്രയല്ലേ ഉള്ളൂ.